എൻ്റെ പേര് മുഹമ്മദ് ഷാഹിൻ. ഞാൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്, മുസ്ലിം അസോസിയേഷൻ. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പ്രൊഫഷനിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളും ഒരുപാട് മികവുകളും ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടായിരുന്നു. എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹക്കീം ഉസ്താന്റെ ക്ലാസ്. അതായത് എഞ്ചിനീയർ എങ്ങനെ ആവണം, നാടിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം, സ്വന്തമായിട്ട് പഠിക്കുന്ന ഭൗതികമായ അറിവുകൾ എങ്ങനെ ഒരു ഇബാദത്താക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു സൂപ്പർ ക്ലാസ് ആയിരുന്നു ഹക്കീം ഉസ്താന്റെ. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ മുസ്ലിം എഞ്ചിനീയേഴ്സ് ഒരു എഞ്ചിനീയർ ആകുമ്പോൾ അയാൾക്ക് ഇലാഹി ബോധം, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ പണിയെടുക്കുന്നത് എന്ന ചിന്തയോടുകൂടി ചെയ്യുമ്പോൾ അയാൾക്ക് ജോലിയിൽ, എഞ്ചിനീയർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു പെർഫെക്ഷൻ ഉണ്ടാകണം. പെർഫെക്ഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു. ഒരാൾ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല അതിൽ പെർഫെക്ഷൻ ആണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഒരു ആർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ആർച്ച്, അത് ഇങ്ങനെ ശരിക്കും അങ്ങ് ചെയ്താൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടമായി. ഒരു പാരപ്പറ്റ് ചെയ്യുമ്പോൾ അതിന് ബോർഡർ വെച്ചു കൊടുത്താൽ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു അമലാണ്. ഇതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ജനങ്ങൾക്ക് തണുപ്പിക്കാനുള്ള ഒരു യന്ത്രം ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കണം. ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരമലും കൂലി കിട്ടുന്ന ഒരു അമലുമായി, വലിയ അമലുമായി മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഫാർമസിസ്റ്റിന്റെ ജോലി അങ്ങനെ ആ ഷീട്ട് കൊണ്ടുവന്ന് വായിച്ച് ആ മരുന്ന് എടുത്തു കൊടുക്കുക, ഇതല്ല ഫാർമസിസ്റ്റിന്റെ ജോലി. ഫാർമസിസ്റ്റ് പാവപ്പെട്ടവനെ അഡ്വൈസ് ചെയ്യണം, നിങ്ങൾക്ക് ഇതേ കണ്ടന്റ് ഉള്ള നല്ല മെഡിസിൻ ഉണ്ട്, ഈ ബ്രാൻഡ് വേണ്ട, ഇതിന് 200 രൂപയ്ക്ക് പകരം നിങ്ങൾക്ക് 20 രൂപ ചെലവാക്കിയാൽ മതി എന്ന് സഹായിക്കാൻ സാധിക്കുക ഒന്ന്. മറ്റൊന്ന്, വീണ്ടും പഠിച്ച് എംഫാം എടുത്ത് ഏറ്റവും നല്ലൊരു മരുന്ന് കണ്ടുപിടിക്കാൻ അതിനുവേണ്ടി രാവും പകലും അധ്വാനിക്കണം. രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്നു കൊണ്ട് ഒരാൾ ആ ഒരു മെഡിസിന് വേണ്ടി ആലോചിച്ച് നേരം വെളുക്കുമ്പോഴേക്കൊരു മരുന്ന് പുറത്തു വന്നാൽ, അല്ലെങ്കിൽ ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ ഒരു മാസത്തോളം അയാൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇതിനു വേണ്ടി ഗവേഷണം നടത്തി, മരുന്ന് പുറത്തു വന്നില്ല, രാത്രി മുഴുവനും തഹജ്ജുദ് നിസ്കരിക്കുന്നവനേക്കാൾ കൂലി അദ്ദേഹത്തിന് ലഭിക്കും. നിയ്യത്തുണ്ടാകണം. അപ്പൊ ഈ ഒരു പഠിക്കുന്ന കാലത്ത് ഇത്രയും വലിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടാകണം. Diagnose values, designerings, SS of Prof. 2017, March 10, 11, 12, Malappuram.